നമസ്കാരം. ഇന്ന് ഈ സമയം വരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കൽ. നോക്കാം വാർത്തകൾ വിശദമായി. ഇടത് സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ ഇന്ധന സർചാർജ് കുറയ്ക്കില്ല എന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി VD സതീശൻ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശക്തമായി എതിർത്തിരുന്ന അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെക്കുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. വിലക്കയറ്റ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതിൽ സഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. 16ാം കേരള നിയമസഭയിൽ ആദ്യമായി സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യുവാനുള്ള ഉപക്ഷേപം നൽകിയത് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഇന്ധനവില വർധന വിലക്കയറ്റം രൂക്ഷമാക്കിയെന്നത് ഭാഗികമായി ശരിയാണെന്ന് അംഗീകരിച്ചു മുഖ്യമന്ത്രി. ഇന്ധന പാചകവാതക വില നിരന്തരം വർദ്ധിക്കുകയാണെന്നും അനിശ്ചിതത്വം അവസാനിച്ചാലേ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്ന് പറയാൻ സാധിക്കൂ എന്നും മുഖ്യമന്ത്രി VD സതീശൻ. എത്ര ടാക്സ് നമുക്ക് കൂടുതൽ കിട്ടും, എന്താണ് ഇതിന്റെ സോഷ്യൽ ഇമ്പാക്ട്, ഇക്കണോമിക് ഇമ്പാക്ട് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിന്റെ വില വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. പരിശോധിച്ചിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. വിലവർധന അവസാനിച്ചു കഴിഞ്ഞ് ചർച്ച ചെയ്യാമെന്നത് നടക്കാത്ത കാര്യമെന്ന് KN ബാലഗോപാൽ. സംസ്ഥാനം നികുതി കുറയ്ക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ട മുൻ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്തെന്ന് ചോദ്യം. പെട്രോളിന്റെ വില വർദ്ധിച്ചപ്പോൾ അതിന്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിന്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞൊരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞത് സമരം ചെയ്താൽ മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? നികുതി ഒഴിവാക്കിയാൽ നിങ്ങൾ വരുത്തിവെച്ച കടം തീർക്കണ്ടേ എന്ന മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. വിസ്മയകരമായ ധവളപത്രം സഭയിൽ വയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വില വർധനവ് തടയാൻ, ഈ നാണ്യപ്പെരുപ്പം കുറച്ച് വില വർധനവ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം ഞാനത് വൈറ്റ് പേപ്പർ സഭയുടെ മുമ്പിൽ വെക്കേണ്ട ഒരു സുപ്രധാനമായ രേഖയാണ്. അതുകൊണ്ട് ആ പേപ്പർ വയ്ക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയും. കേന്ദ്ര സർക്കാരിനെ ഒരു വാക്കുകൊണ്ടുപോലും വിമർശിക്കാൻ തയ്യാറാകാത്തവർ ധവളപത്രം എന്ന ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു, അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ, അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിനെതിരെ 99 വോട്ടുകൾ നേടിയാണ് ഷാനിമോൾ ഡെപ്യൂട്ടി സ്പീക്കറായത്. 39 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നത്. ഭാർഗവി തങ്കപ്പന് ശേഷം ഇതാദ്യമായാണ് ഒരു വനിതാ നേതാവ് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാകുന്നത്. കോൺഗ്രസിൽ നിന്ന് ഇതിനു മുമ്പ് നഫീസത്ത് ബീവിയാണ് ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നിയമസഭയെ നയിക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ അരൂർ MLA ഷാനിമോൾ ഉസ്മാൻ എത്തുമ്പോൾ പുതിയൊരു ചരിത്രം പിറക്കുകയാണ്. 133 MLAമാരാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാനിമോൾ ഉസ്മാന് 99 വോട്ട് ലഭിച്ചു. LDF സ്ഥാനാർത്ഥിയായിരുന്ന പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിന് 34 പേരുടെ പിന്തുണയാണ് ലഭിച്ചത്. 99 വോട്ടുകൾ നേടിയ ഷാനിമോൾ ഉസ്മാനെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിയായി പ്രഖ്യാപിച്ചു. ശ്രീ മുഹമ്മദ് മുഹസിന് 34 വോട്ടും ശ്രീമതി ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും കിട്ടിയിരിക്കുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. BJP MLAമാരും സ്പീക്കറും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDFിലെ CK ഹരീന്ദ്രനും UDFിലെ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യരും സഭയിലില്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്തില്ല. 24 തിരുവനന്തപുരം. ചട്ടം മറികടന്ന് BJPയുടെ കക്ഷി നേതാവിനെ വാക്കൌട്ട് പ്രസംഗം നടത്താൻ അനുമതി നൽകിയെന്ന് ആരോപിച്ച് നിയമസഭയിൽ LDF പ്രതിഷേധം. വാക്കൌട്ടിൽ LDF കക്ഷി നേതാക്കൾ സംസാരിച്ചു തീരും മുൻപേ BJPയുടെ BB ഗോപകുമാറിന് സ്പീക്കർ അവസരം നൽകിയതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദാരമനസ്കത വേണ്ടേ?
നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. ആ വ്യതിയാനം ഈ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഉദാരമനസ്കത വേണ്ടേ എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. അത് ഡിബേറ്റ് ചെയ്യാൻ കാരണം ഒരു പുതിയ മെമ്പർ ആയതുകൊണ്ടാണ്. ആ പുതിയ മെമ്പർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഒരു ചെറിയ സാവകാശം കൊടുത്താണ്. ഞാൻ ആദ്യതയെ പറഞ്ഞു അത് ഡിബേറ്റ്. ക്രമപ്രശ്നം ഉയർത്തി ഇടപെടാൻ ശ്രമിച്ച വി മുരളീധരനെ ചട്ടങ്ങൾ വിശദീകരിച്ച് സ്പീക്കർ തടഞ്ഞു. അതിനിടെ ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിൽ BJPക്ക് മുറി അനുവദിച്ചു. പാർലമെന്ററി പാർട്ടി ഓഫീസിനായാണ് മുറി അനുവദിച്ചത്. നിയമസഭാ മന്ദിരത്തിലെ 303 നമ്പർ മുറിയാണ് BJPയുടെ പാർലമെന്ററി പാർട്ടി ഓഫീസായി പ്രവർത്തിക്കുക. 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനാകാതെ CBSE. വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതായി വിദ്യാർത്ഥികൾ പറയുന്നു. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ ആധാർ കാർഡ് നിർബന്ധമെന്നും CBSE അറിയിച്ചു. സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് പ്രവർത്തനരഹിതമായിരുന്ന പോർട്ടൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഈ മാസം 6 വരെ അപേക്ഷ നൽകാം. സുരക്ഷാ സാഹചര്യങ്ങൾ പരിഗണിച്ച് അപേക്ഷകൾ സമർപ്പിക്കാൻ ആധാർ നിർബന്ധമാക്കിയതായി CBSE അറിയിച്ചു. ആധാർ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ ആധാർ വിവരങ്ങൾ ഉപയോഗിച്ചും അപേക്ഷ നൽകാം. പേര്, ജനനത്തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആധാർ നമ്പർ ഉപയോഗിക്കുന്ന വ്യക്തിയുടേതായിരിക്കണമെന്നും CBSE പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതായി വിദ്യാർത്ഥികൾ ആരോപിച്ചു. CBSE വെബ്സൈറ്റിലെ തകരാറിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് NSUI പ്രസിഡന്റ് വിനോദ് ജാക്കർ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി. അതേസമയം മൂല്യനിർണ്ണയത്തിലെ പിഴവിൽ കരാർ കമ്പനിയായ കോയംറ്റ് എഡ്യൂടെക്കിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കടുത്ത നടപടി ഉണ്ടായേക്കില്ല. കമ്പനിയുമായുള്ള കരാറിന് മുൻപ് തന്നെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥ നീക്കം ചെയ്തിരുന്നു. 24 ഡൽഹി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 48 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് സമിതിയെയും നിയോഗിച്ചു. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അധ്യക്ഷനായ സമിതിയെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചത്. ഓർത്തോ സർജറി വിഭാഗം തലവന്മാരും അംഗങ്ങളാണ്. രോഗികളോട് മോശമായി പെരുമാറിയ ജീവനക്കാർക്ക് കൗൺസിലിംഗ് നൽകാൻ തീരുമാനിച്ചതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വൈസ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട്, അതുപോലെ തന്നെ ഓർത്തോവിൻ്റെയും സർജിക്കൽ വിഭാഗത്തിൻ്റെ HODമാർ ഇവരടങ്ങിയ കമ്മിറ്റിയോട് 48 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് നടപടി മറ്റന്നാൾ തന്നെ അതിന് തുടർന്നുള്ള നടപടി ഉണ്ടാവും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പാരിപ്പള്ളി സ്വദേശി രാജേന്ദ്ര പ്രസാദിന്റെ കാലിലാണ് പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അനാസ്ഥയുണ്ടായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇവിടെ തൂക്കാൻ നിൽക്കുന്ന ആൾ തൊട്ട് അങ്ങോട്ടുള്ള ആൾക്കാരെടുത്ത് നമുക്ക് വാതുറന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളുടെ അടുത്താണ് പെരുമാറൂലേ, ആ രീതിയാണ് അവർ നമ്മളത് എന്ന് വെച്ചാൽ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അവർ പെട്ടെന്നാണ് ഇന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ പുഴുവങ്ങാണ്ടായപ്പോഴത്തേക്ക് അവർ അവിടുന്ന് അച്ഛനെ കൊണ്ടുവന്ന് വാർഡിലോട്ട് നടതള്ളിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കട്ടിലിൽ നിന്ന് വീണ് രോഗി മരിച്ച സംഭവത്തിലും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നും ആരോഗ്യമന്ത്രി. 24 തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന നിലപാടിൽ ED. ആക്രമണത്തിൽ CPIM നേതാക്കളുടെ പങ്ക് പരിശോധിക്കണമെന്നാണ് EDയുടെ ആവശ്യം. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ഹൈക്കോടതി ഉത്തരവിന് ശേഷം തുടർ നടപടികൾ ആലോചിക്കാനാണ് തീരുമാനം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീടുകൾ കഴിഞ്ഞ ദിവസം CPIM നേതാക്കൾ സന്ദർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ആക്രമണം ആസൂത്രിതമെന്ന ED ആരോപണം. CPIM നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ED നിലപാട്. റിപ്പോർട്ട് ഡയറക്ടറേറ്റിന് കൈമാറിയിട്ടുണ്ട്. അനുമതി ലഭിച്ചാൽ കേസിൽ കക്ഷി ചേരും. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെള്ളിയാഴ്ച വിധി പറയും. അതുവരെ CMRLനെതിരെ നടപടികൾ പാടില്ലെന്ന് കോടതി നിർദ്ദേശമുണ്ട്. ഹർജിയിൽ കക്ഷിയല്ലാത്ത വീണ ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം തുടരാമെങ്കിലും വെള്ളിയാഴ്ച വരെ കാത്തിരിക്കാനാണ് തീരുമാനം. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
ലഹരി മാഫിയയ്ക്കെതിരായ ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. അതിനിടെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്ന് ഇന്ന് കഞ്ചാവ് പിടികൂടി. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല അധികാരമേറ്റ ശേഷം ആദ്യം പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സപ്പ് ചാറ്റ് ബോട്ടുകളുമാണ് പദ്ധതിയുടെ പ്രത്യേകത. ലഹരി മാഫിയയിൽ നിന്ന് സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെയുള്ള നടപടികളുമുണ്ട്. DJ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവയിലെ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കും. മന്ത്രിമാർ മുതൽ സിവിൽ പോലീസ് ഓഫീസർമാർ വരെയുള്ളവർ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകും. എക്സൈസ്, ആരോഗ്യം, വിദ്യാഭ്യാസ വകുപ്പുകൾ പദ്ധതിയുടെ ഭാഗമാകും. കേരളത്തിലേക്ക് ലഹരിയെത്തുന്ന സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹകരണവും ഉറപ്പാക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഔദ്യോഗിക ഉദ്ഘാടന ദിവസം വൻ ലഹരിവേട്ടയാണ് തിരുവനന്തപുരം നഗരത്തിൽ നടന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് എഫ് പരിശോധന നടത്തിയത്. ബൈക്കിലെത്തിയ 2 അംഗ സംഘം കവറിൽ സൂക്ഷിച്ച 10 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. 2 പ്രതികളിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. തലസ്ഥാന ജില്ലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി എത്തിച്ച കഞ്ചാവെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. 24 തിരുവനന്തപുരം. LDF നേരിട്ട തോൽവിയിൽ പിണറായി വിജയനെ ക്രൂശിക്കുന്നത് നീതികേടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം മുഖപത്രം യോഗനാഥത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണച്ചുള്ള എഡിറ്റോറിയൽ. CPIM നേതാക്കൾക്കും CPIക്കും കടുത്ത വിമർശനവും എഡിറ്റോറിയലിലുണ്ട്. സഖാക്കളോട് എന്ന തലക്കെട്ടിലാണ് വെള്ളാപ്പള്ളിയുടെ എഡിറ്റോറിയൽ. പിണറായി വിജയനുള്ളത് ത്യാഗോജ്വല സമര പാരമ്പര്യം, പുത്തൻ കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത് ലാഭേച്ഛ. ലീഡറായും ക്യാപ്റ്റനായും കാരണഭൂതനായും 10 വർഷം പിണറായി വിജയനെ വാഴ്ത്തിപ്പാടി. ഇപ്പോൾ ആക്ഷേപശരങ്ങൾ എറിയുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെയും പൊതുവേദികളിലും ഇതാണവസ്ഥ. CPIM നേതാക്കൾ ജനങ്ങളെ മറന്ന് സാമ്പത്തിക നേട്ടത്തിനായി പാഞ്ഞു. ചെയ്ത പാപഫലങ്ങൾക്കുള്ള തിരിച്ചടിയാണ് തോൽവിയെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. CPI സൃഷ്ടിച്ച പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശോഭ കെടുത്തി. ക്രിസ്ത്യൻ മുസ്ലിം പ്രീണനവും തിരിച്ചടിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പരാജയത്തിൽ പങ്കുണ്ട്. പാർട്ടിക്കതീതരായ ചില ദൂഷിത വലയങ്ങൾ അവിടെ വിളയാടി. CPIM ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തണമെന്നും എഡിറ്റോറിയൽ ഓർമ്മിപ്പിക്കുന്നു. 24 ആലപ്പുഴ. സ്കൂൾ പ്രവേശനോത്സവത്തിൽ തിരുവനന്തപുരം കഴക്കൂട്ടം MLA വി മുരളീധരൻ വിദ്യാർത്ഥികൾക്ക് മിഠായി വിതരണം ചെയ്ത രീതി വിവാദത്തിൽ. തിരുവനന്തപുരത്തെ അംബേദ്കർ മെമ്മോറിയൽ സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ കയ്യിൽ മിഠായി നൽകാതെ മേശപ്പുറത്തിട്ടുകൊടുത്താണ് വിമർശനത്തിന് വഴിവെച്ചത്. വി മുരളീധരൻ പരസ്യമായി മാപ്പ് പറയണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. കട്ടേല ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെ പ്രവേശനോത്സവത്തിലാണ് സംഭവം. മിഠായി വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് നൽകാതെ മേശപ്പുറത്ത് തട്ടിയിടുകയായിരുന്നു. ഉദ്ഘാടകയായ മന്ത്രി KA തുളസി നോക്കി നിൽക്കുമ്പോഴായിരുന്നു കഴക്കൂട്ടം MLAയുടെ നടപടി. സ്കൂളിലെ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു സ്ഥലം MLA കൂടിയായ വി മുരളീധരൻ. വി മുരളീധരൻ കുട്ടികളോട് പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഇതൊരു തനി മാടമ്പി രീതിയിൽ ഒരു ജന്മിയുടെ ഒരു വലിയ ജന്മിയുടെ മട്ടിൽ ഇതെല്ലാം പട്ടികജാതി കുട്ടികളാണ്, അതുകൊണ്ട് വേണം കഴിക്കടാ, വേണമെങ്കിൽ എടുത്ത് കഴിക്കടാ എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജോടുകൂടി മുട്ടായി വാരി വിതറുന്ന സീനാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത്. ഇത് അങ്ങേറ്റം കേരളത്തിന് ലജ്ജാകരമാണ്. സംഭവം നടക്കുമ്പോൾ ഇടപെടാതെ നോക്കി നിന്ന മന്ത്രി തുളസിക്കെതിരെയും വലിയ വിമർശനമാണ് ഉയരുന്നത്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിലെ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി. കഴിഞ്ഞ വർഷം നവീകരിച്ച പൈതൃക കെട്ടിടത്തിലെ ബലക്ഷയം പരിശോധിക്കുന്നതിലെ വീഴ്ചയിൽ തുടർ നീക്കം നിർണായകമാകും. കെട്ടിടം തകർന്ന സംഭവത്തിൽ കോർപ്പറേഷനെ കുറ്റപ്പെടുത്തി മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നു. നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന അട്ടകുളങ്ങര സെൻട്രൽ ഹൈസ്കൂൾ പരിസരത്തെ സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് ഓഫീസിന്റെ മേൽക്കൂരയാണ് ഇന്നലെ നിലംപൊത്തിയത്. 20 ജീവനക്കാർ ജോലി കഴിഞ്ഞിറങ്ങി ഓഫീസ് വളപ്പ് കടക്കു മുൻപാണ് അപകടം. 3 കോടി മുടക്കി പൈതൃക മന്ദിരമാക്കിയ മുൻ സർക്കാരിന്റെ വീഴ്ചയെന്നായിരുന്നു മേയർ വി രാജേഷിന്റെ പ്രതികരണം. എന്നാൽ മേയർ വസ്തുത അറിയാതെ സംസാരിക്കുകയാണെന്നും കെട്ടിടത്തിന് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷനാണെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അവസരത്തിൽ കുട്ടികളിരുന്ന് പഠിക്കുന്ന ഘട്ടത്തിന് വേണ്ടി മാത്രമല്ല,
തൊട്ടപകടകരമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ അത് ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മരം അപകടം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. ഒരു കോമ്പൗണ്ട് മൊത്തം നോക്കിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷൻ തന്നെയാണ്. സംഭവത്തിൽ പ്രാഥമിക പരിശോധന നടത്തി വിദ്യാഭ്യാസ സെക്രട്ടറി വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. റിപ്പോർട്ട് പരിശോധിച്ച് കെട്ടിടം നിലനിർത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ബാലാവകാശ കമ്മീഷനും സ്കൂൾ സന്ദർശിച്ചു. ഇന്ന സ്ഥലത്ത് മാത്രമേ കുട്ടികൾ നിൽക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഒരു ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് കുട്ടികൾ വന്നാൽ ആ സമയത്താണ് ഇത് അപകടാവസ്ഥയിൽ പൊളിഞ്ഞു വീഴുന്നതെങ്കിലും എന്തായാലും കമ്മീഷൻ സ്വമേധയാ ഇതിനകത്തൊരു നടപടി സ്വീകരിക്കുന്നുണ്ട്. അതിൽ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് ആർക്കാണോ വീഴ്ച സംഭവിച്ചിട്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പറയാം. 2020 1.70 കോടി രൂപ ചെലവിട്ട് പൈതൃക കെട്ടിടമായി നവീകരിച്ചു. ഓടുകൾ മാറ്റി താൽക്കാലിക സീലിംഗ് വെച്ചുവെങ്കിലും മേൽക്കൂര ഉൾപ്പെടെ മാറ്റിയിരുന്നില്ലെന്നാണ് വിവരം. 2025 മോടി പിടിപ്പിച്ചതല്ലാതെ ബലപരിശോധന ഉൾപ്പെടെ നടത്തിയില്ല. 24 തിരുവനന്തപുരം. ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഇടം നേടി മലയാളിയായ തഹസിൻ മുഹമ്മദ്. ഖത്തർ ടീമിന് വേണ്ടിയാണ് കണ്ണൂർ സ്വദേശികളുടെ മകനായ തഹസിൻ പന്ത് തട്ടുക. ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ് തഹസിൻ. ചരിത്രത്തിലേക്ക് പന്തു തട്ടാൻ ഒരു മലയാളി. ഫുട്ബോൾ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുന്ന ആദ്യ മലയാളി എന്ന സുവർണ നേട്ടം ഇനി കണ്ണൂരിൽ വേരുകളുള്ള തഹസിൻ മുഹമ്മദ് ജംഷിദ് എന്ന ഈ 19-കാരന് സ്വന്തം. ഖത്തർ ടീമിനായാണ് തഹസിൻ ബൂട്ടണിയുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻതാരവും ഖത്തറിൽ അക്കൗണ്ടന്റുമായ തലശ്ശേരി സ്വദേശി ജംഷിദിന്റെയും വളപട്ടണം സ്വദേശി ഷൈമയുടെയും രണ്ടാമത്തെ മകനാണ് തഹസിൻ. ജനിച്ചതും വളർന്നതുമെല്ലാം ഖത്തറിൽ. പിതാവിന്റെ ഫുട്ബോൾ ഭ്രമം പകർന്നു കിട്ടിയ തഹസിന് ചെറുപ്രായത്തിൽ തന്നെ പ്രാദേശിക ലീഗുകളിൽ തിളങ്ങാനായതോടെ ഖത്തറിന്റെ അണ്ടർ 16, 17, 19 ദേശീയ ടീമുകളിൽ ഇടം പിടിക്കാനായി. ഇടതുവിങ്ങറായ തഹസിൻ പ്രതിരോധ നിരയെ കബളിപ്പിച്ച് ഗോളടിക്കുന്നതിലും ഗോളവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും മിടുമിടുക്കൻ. ഖത്തർ ലീഗ് ടീം അൽ ദുഹൈലിന്റെ ഭാഗമായ തഹസിൻ സ്റ്റാർസ് ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു തഹസിന്റെ അന്താരാഷ്ട്ര ഫുട്ബോളിലെ അരങ്ങേറ്റം. ഇന്ത്യക്കെതിരായ മത്സരത്തിൽ സ്ക്വാഡിൽ ഉൾപ്പെട്ടെങ്കിലും കളിക്കാനായില്ല. തഹസിന്റെ ചരിത്ര നേട്ടത്തിൽ കണ്ണൂരിലെ ബന്ധുക്കളെല്ലാം വൻ സന്തോഷത്തിൽ. പണ്ട് മുതൽ ഒരുമിച്ചുണ്ടായതാണ്. ഭയങ്കര സന്തോഷം. ഓനേന് ഉയരത്തിലെത്തിട്ട് ഈ നല്ല പെർഫോമൻസ് ചെയ്യട്ടെ ഈ വേൾഡ് കപ്പിലോട്ട്. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്തും ബോളുമായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് അവൻ്റെ ഫാദർ നല്ലൊരു ബോൾ കളിക്കാരനാണ്. യൂണിവേഴ്സിറ്റിക്കെല്ലാം വേണ്ടി കളിച്ച ആളാണ്. പിന്നെ ചെറുത് തൊട്ടേ അതാണ്. ജനിച്ചതേ ഫുട്ബോൾ എന്നുള്ള ഇതിലാണ്. എത്ര ചെറുതിലേ അവൻ കളിക്കാൻ തുടങ്ങി. പിന്നെ അവന്റെ ഫാദറും നല്ല സപ്പോർട്ടായിരുന്നു. ജൂൺ 14 സ്വിറ്റ്സർലൻഡിനെതിരെയാണ് ഖത്തറിന്റെ ആദ്യ മത്സരം. ഈ മത്സരത്തിൽ തന്നെ കളത്തിലിറങ്ങി ലോകകപ്പ് കളിക്കുന്ന ആദ്യ മലയാളിയായി തഹസിൻ മാറുമെന്ന് പ്രതീക്ഷിക്കാം. കണ്ണൂർ ബ്യൂറോക്കൊപ്പം സ്പോർട്സ് ഡെസ്ക് 24. റിപ്പോർട്ടോടെ 1 PM ന്യൂസ് പൂർണ്ണമാവുകയാണ്.